നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഇനി കേവലം ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഓരോ നിമിഷവും വോട്ടർമാരെ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും. പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മുന്നണികൾക്കായി പ്രമുഖ നേതാക്കൾ നിലമ്പൂരിലേക്ക് എത്തുകയാണ്. പ്രചാരണം കൊഴുപ്പിക്കാനായി മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രിയങ്ക ഗാന്ധി എംപിയും നാളെ നിലമ്പൂരിലെത്തുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നാളെ മുതൽ 3 ദിവസം മുഖ്യമന്ത്രി പങ്കെടുക്കും. മണ്ഡലത്തിൽ പ്രചാരണത്തിനെത്തുന്ന പ്രിയങ്ക ഗാന്ധി 2 പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും. സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറും പ്രവർത്തകരും പ്രചാരണത്തിനായി യൂസഫ് പത്താനെ സ്വാഗതം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ അഖില ഭാരതീയ ഹിന്ദു മഹാസഭ LDFന് പിന്തുണ പ്രഖ്യാപിച്ചെന്ന തരത്തിൽ പുറത്തുവന്ന വാർത്തയും വിവാദമായിരുന്നു. വാർത്ത വിവാദമായതിന് പിന്നാലെ അഖില ഭാരതീയ ഹിന്ദു മഹാസഭ LDFന് പിന്തുണ പ്രഖ്യാപിച്ചെന്ന വാദം തള്ളി ഹിന്ദു മഹാസഭയുടെ കേരള അധ്യക്ഷൻ സ്വാമി ഭദ്രാനന്ദ രംഗത്തെത്തിയിരുന്നു. ശബരിമല വിഷയത്തിലെ വിവാദ പരാമർശത്തിൽ മാപ്പ് പറയാത്ത സ്വരാജിന് പിന്തുണ നൽകില്ല. ഹിന്ദു മഹാസഭയുടെ പേരിൽ ചിലർ LDFനൊപ്പം നിൽക്കുന്നത് സ്വരാജിനുള്ള പണിയാണെന്നും സ്വാമി ഭദ്രാനന്ദ പറഞ്ഞിരുന്നു. നിലവിലെ ട്രെൻഡ് അനുസരിച്ച് ജനങ്ങൾക്ക് താല്പര്യം ആര്യാടൻ ഷൗക്കത്തിനോടാണെന്ന് പറഞ്ഞ സ്വാമി ഭദ്രാനന്ദ ആര്യാടൻ മുഹമ്മദ് സനാതന ധർമ്മത്തിന്റെ മഹത്വം പറഞ്ഞ വ്യക്തിയാണെന്നും അദ്ദേഹത്തിന്റെ മകനും ആ പാത പിന്തുടർന്നാൽ ഇവിടുത്തെ ജനങ്ങൾ സ്വീകരിക്കുമെന്നും പറഞ്ഞിരുന്നു. നിലവിൽ BJPയെയും LDFനെയും പിന്തുണയ്ക്കാനാവില്ലെന്നും ഹിന്ദു മഹാസഭ അറിയിച്ചിരുന്നു. ഇതിനിടെ നിലമ്പൂരിൽ പ്രചാരണം അവസര ലാപ്പിലേക്ക് അടുക്കുമ്പോൾ വിജയപ്രതീക്ഷയിലാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറും. LDFന്റെ 40% വോട്ട് പിടിച്ചെടുക്കുമെന്നാണ് അൻവറിന്റെ അവകാശവാദം. ഇതിനിടെ ഉപതെരഞ്ഞെടുപ്പ് എഴുത്തുകാർക്കും സാംസ്കാരിക നായകന്മാർക്കും ഏറ്റുമുട്ടാനുള്ള ഗോതയായി. KR മീര, ബെന്യാമിൻ, ദീപ നിശാന്ത്, ഹരിത സാവിത്രി, NE സുധീർ തുടങ്ങി ഒരു വിഭാഗം എഴുത്തുകാർ M സ്വരാജിന് വേണ്ടി രംഗത്തിറങ്ങി. S ശാരദക്കുട്ടി ഉൾപ്പെടെ പലരും നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം വിശദമായി ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടിരുന്നു. അതോടെ ഭരണപക്ഷത്തെ പ്രീണിപ്പിച്ച് അവാർഡുകളും സ്ഥാനമാനങ്ങളും നേടാനുള്ള വ്യഗ്രതയാണ് ഇതെന്ന ആക്ഷേപവുമായി ഒരു വിഭാഗം എഴുത്തുകാർ രംഗത്ത് വന്നു. സാറ ജോസഫ്, PF മാത്യൂസ്, കരുണാകരൻ തുടങ്ങിയവരാണ് എഴുത്തുകാരുടെ ഭരണകൂട പ്രീണ നിലപാടിനെ എതിർത്തത്. ആദിവാസികൾക്ക് ഭൂമി ആദ്യം, പിന്നെ തെരഞ്ഞെടുപ്പ് എന്നായിരുന്നു സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കൂടിയായ പ്രശസ്ത കവി സച്ചിദാനന്ദൻ അഭിപ്രായപ്പെട്ടത്. സച്ചിദാനന്ദന്റെ നിലപാടിന് ചൊവ്വാഴ്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ നന്ദി പറയുകയും ചെയ്തു. എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നതിന് തൊട്ടടുത്ത ദിവസം സച്ചിദാനന്ദൻ എഴുതിയത് വോട്ടുണ്ടെങ്കിൽ സ്വരാജിന് നൽകുമായിരുന്നു എന്നാണ്. നിലമ്പൂരിൽ എനിക്ക് വോട്ടില്ല, ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ വോട്ട് സ്വരാജിന് എന്ന കാർഡ് ഒരു വിഭാഗം എഴുത്തുകാർ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിരുന്നു. ഈ പ്രചാരണം വ്യാപകമായപ്പോഴാണ് ഒരു വിഭാഗം എഴുത്തുകാരും വായനക്കാരും അതിനെതിരെ രംഗത്തെത്തിയത്. ഇതോടെ ചില എഴുത്തുകാർ സ്വരാജിന് എന്റെ വോട്ട് എന്ന കാർഡ് പിൻവലിച്ചു. പലരും സ്വരാജുമായുള്ള അടുപ്പവും അദ്ദേഹത്തിന്റെ നിലപാടുകളോടുള്ള ആദരവും വിശദീകരിച്ചു പോസ്റ്റുകൾ ഇട്ടു. സ്വരാജിന്റെ പ്രചാരണത്തിന് ആദ്യം നേരിട്ടെത്തിയത് പ്രധാനമായും KR മീരയായിരുന്നു. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ അതിനെ സ്വാഗതം ചെയ്തു മീര കുറിപ്പിട്ടിരുന്നു. സ്വരാജിന്റെ അധ്യാപകരും സഹപാഠികളും നിലമ്പൂരിൽ ഒരുക്കിയ പരിപാടി ഉദ്ഘാടനം ചെയ്തതും മീരയായിരുന്നു. ഇതിനിടെ നിലമ്പൂരിൽ ഐശ്വര്യ ഓഡിറ്റോറിയത്തിലെ EK അയമു നഗറിൽ പുരോഗമന കലാസാഹിത്യ സംഘം സംഘടിപ്പിച്ച സാംസ്കാരിക കേരളം സ്വരാജിനൊപ്പം എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയും സംഗമം നിലമ്പൂർ ആയിഷ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അത്തരത്തിൽ എഴുത്തുകാർ തമ്മിൽ പോലും പരസ്പരമുള്ള ഏറ്റുമുട്ടലിലേക്ക് പോലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറിയിരിക്കുകയാണ്. നിലമ്പൂരിലെ ജനങ്ങളെ സ്വാധീനിക്കാനുള്ള ഘടകങ്ങൾ എഴുത്തുകാരുടെ കൈകളിൽ ഉണ്ടോ എന്നും അത് സാധിക്കുമോ എന്നുമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.